ഹായ് ഫ്രണ്ട്സ്, ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നോക്കി, ഇതൊരു ചെത്തിയാണ്. നോക്ക്, ഇത് ചെത്തിയാണോ എന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നേ. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും നോക്കിയപ്പോൾ കണ്ട ചെത്തിൻ്റെ മുട്ട് ചെത്തിപ്പൂ, വയലറ്റ് ചെത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എവിടെയും അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല, ആരെങ്കിലും ഒന്നും പറഞ്ഞ് കേട്ടിട്ടുമില്ല. ചുമലച്ചെത്തി മാത്രമേ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് സത്യത്തിൽ ആരെങ്കിലും കൊണ്ട് വെച്ചാണോ അറിയില്ല. ഇവിടെ തനിയെ ഇതിൻ്റെ കുറേ ചെടികൾ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ടോ. ഈ ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ തൈകളാണ്. അതേ നോക്കിയേ, ഇതെങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇതിങ്ങനെ മുട്ടിട്ടും പൂവിട്ടും കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. എല്ലാ ദിവസവും രാവിലെ ഞാൻ മുറ്റമടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ്. പക്ഷെ ആ വെള്ളം ഒഴിക്കാൻ വരുമ്പോഴൊന്നും ഞാൻ ഈ പൂ ഇവിടെ കണ്ടിട്ടില്ല. കാരണം ഇതില്ലേ, ഈ ചെടി ഇവൻ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു ഇവനെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ മറവ് കൊണ്ട് ഞാൻ കാണാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ലോട്ടറി കച്ചവടമൊക്കെ കഴിഞ്ഞ് ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞാൻ ആ ചെരുപ്പ് ഊരിയിടുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. കാരണം വയലറ്റ് ചെത്തി എന്നൊക്കെ പറഞ്ഞ് നോക്കിയേ, ശരിക്കും ഭയങ്കര അതിശയമായിപ്പോയി. നോക്ക്, ചെത്തി തന്നെയല്ലേ. അപ്പോൾ അത് കാരണം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടെ മാത്രമാണോ വയലറ്റ് ചെത്തി? ആരും വയലറ്റ് ചെത്തി എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇവിടെ മാത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയുക, ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് എന്നൊക്കെ പറയണം. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു അതിശയമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. പിന്നെ അതോടൊപ്പം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ്. നോക്കിയേ, കണ്ടോ, ഇച്ചിരി ചെടികൾ, ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. കണ്ടത് ഇത്രയും കാണുന്ന ഈ സ്ഥലമേ ഉള്ളേ. അപ്പോൾ അതിനകത്ത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു ചട്ടിയൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് പുതിയ മുല്ല മുട്ട് ഇട്ട് വരുന്നുണ്ട്. കണ്ടോ, അതൊക്കെ സത്യം പറഞ്ഞൊരു സന്തോഷമാണ്. ഇതൊക്കെ ഒരുപാടുള്ള വീടുകളുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കുഞ്ഞിത് ഇവിടെ ഇങ്ങനെ വെച്ചു അതിലിങ്ങനെ മുട്ട് വരുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമൊന്നും ഇല്ല, സമയവും ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് കണ്ടപ്പോഴേക്കും എന്തായാലും അത് ഷെയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. പിന്നെ ദേ ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ, നോക്കി, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയാണ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. എനിക്കിതുവരെ ലൈസൻസും ഇല്ല, ഞാൻ വണ്ടി വിട്ട് പഠിച്ചിട്ടുമില്ല. ഇവനെ വെച്ചിട്ട് പഠിക്കാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഇവിടെ നിന്ന് ആ കാണുന്ന ആ സ്പേസ് വരെ അവന് പുറകിലേക്കും മുമ്പിലേക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിക്കും. കാരണം അല്ലെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആയി പോകത്തില്ല. അത് മാത്രം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇതെൻ്റെ വണ്ടിയാണ്. ഇതുവരെ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ വീട്, സൗപർണിക. സൗപർണികയുടെ ഒരു ഔട്ട്ലുക്കാണിത്. അതിൻ്റെ ഫ്രണ്ട് ഏരിയയാണ്. ചെറിയൊരു ഓടിട്ട കണ്ടത് ഷീറ്റാണ് പൊക്കത്ത്. പിന്നെ അവിടെ കണ്ട ഓടിട്ടൊരു വീടാണ് എൻ്റെത്. പക്ഷേ ഞാനിതിൽ വളരെ ഹാപ്പിയാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു വീട്. അപ്പം എന്താ വെച്ചാൽ സംതൃപ്തിയാണ്. അല്ലാണ്ട് ഇനി വലിയ വീട് വെക്കണമെന്നുള്ള അങ്ങനെ അതിനോടുള്ള താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് വരെ ലോട്ടറിയൊക്കെ അടിച്ചാൽ വലിയ വീടൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോഴും എനിക്ക് ഓടിട്ട ടൈപ്പ് വീടുകൾ വെക്കാനാണ് ഇഷ്ടം. ആ ഒരു മോഡൽ വീട് വെക്കാനാണ് ഇഷ്ടം. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പം മിക്ക വീടുകളിലും ഈ സംഭവം ഉണ്ട്. ഇത് ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അവരത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിൽ കൂടെ ഗ്യാസ് കണക്ഷൻ വന്നിട്ടില്ല. പിന്നെ ഇത് ബാത്റൂമിൻ്റെ ഏരിയ, അത് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാം. ഇതിപ്പോൾ അലക്കല്, അപ്പം കല്ലിൽ തന്നെയാണ് അലക്കുന്ന. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആയതിന് ശേഷം പിന്നെ ഇപ്പോൾ 1-2 വർഷമായിട്ട് കല്ലിൽ തന്നെയാണ് വീണ്ടും അലക്കുന്നതൊക്കെ. അപ്പം വാഷിംഗ് മെഷീൻ മേടിക്കാൻ ഉള്ള ഒരിതുണ്ടായിട്ടൊന്നുമല്ല, അല്ലെന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടായിട്ടും അല്ലായിരുന്നു. എനിക്കിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഡിസ്ക് ബഡ്ജിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അസുഖത്തെ തുടർന്ന് അങ്ങനെ നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത്തിരി ആശ്വാസം ഉള്ളത് കൊണ്ട് വീണ്ടും കല്ലിൽ തന്നെയാണ് നനയ്ക്കലൊക്കെ. പിന്നെ ഇത് ചെമ്പരത്തി. ഇതിൽ ഒരുപാട് ചെമ്പരത്തി പിടിക്കും, കണ്ടോ, ഒരുപാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. നോക്കിയാൽ താഴെ മുതൽ ഒരുപാടുണ്ട്.
അപ്പോൾ അതൊക്കെ ഒരു ഭംഗിയാണ്. വൈകുന്നേരങ്ങളിലും രാവിലെ ഇതിങ്ങനെ മുട്ട വിടരുന്നതും വൈകുന്നേരം ഈ പൂ ഇങ്ങനെ കൂമ്പി പോകുന്നതും ഒക്കെ കാണാനൊരു ഭംഗിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ, ഈ ചെടിയുടെ പേരെന്താ, കോളാമ്പി മഞ്ഞ. അപ്പോൾ അതുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സന്ധ്യ സമയങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ആകാശമൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഒരു ചുമന്ന കളറിലൊക്കെ നിൽക്കും. അപ്പോൾ ഒരു ഭംഗി കുറച്ചുകൂടെ കൂടുമായിരുന്നു. പക്ഷെ ഞാനിപ്പം ലോട്ടറി കച്ചവടം കഴിഞ്ഞ് വന്ന ഉടനെ ആ ചുമന്ന ചെത്തി കണ്ടപ്പോഴേക്കും അതിൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്ത് തന്നാൽ പിന്നെ അതങ്ങ് എടുത്തിട്ടേക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.